ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് സ്ലൈറ്റ്ലി വീക്കാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഇന്നലെ ഹോളിഡേ ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളും ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ജാപ്പനീസ് മാർക്കറ്റും ഹോങ്കോങ് മാർക്കറ്റും വീക്കായിരുന്നു. പക്ഷേ ചൈനീസ് മാർക്കറ്റുകൾ ഹോളിഡേക്ക് ശേഷം റീഓപ്പൺ ചെയ്തപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ സെൻസെക്സ് റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടില്ല. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. ഗോൾഡ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത് $2025 പെർ ഔൺസിനാണ്. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2028 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $83.45 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ചയിലത്തെ റാലിക്ക് ശേഷം ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ മേജർ ന്യൂസ് എന്ന് പറയുന്നത് ചൈനീസ് സെൻട്രൽ ബാങ്ക് മോർട്ട്ഗേജ് റേറ്റ് 5 വർഷത്തെ 3.95% കട്ട് ചെയ്തിരിക്കുകയാണ്. അതിന് മുമ്പ് ഇത് 4.2% ഇത് സൂചിപ്പിക്കുന്നത് ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള മെഷേഴ്സ് എടുക്കാൻ തയ്യാറാണ് എക്കണോമിനെ പ്രോപ്പപ്പ് ചെയ്യാൻ വേണ്ടി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പക്ഷേ ചൈനീസ് സ്റ്റോക്കുകളൊന്നും തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. എല്ലാം നെഗറ്റീവായിട്ട് തന്നെയാണ് ഇന്നും ട്രേഡ് ചെയ്യുന്നത്. മറ്റൊരു ന്യൂസ് ജപ്പാനിലത്തെ Q4 റിസൾട്ടുകളെ കുറിച്ചാണ്. 46% നെറ്റ് പ്രോഫിറ്റ് ജപ്പാനിലെ ആവറേജ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ പുതിയ റെക്കോർഡ് ഹൈ അടുത്ത ദിവസങ്ങളിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫാമേഴ്സ് സ്ട്രൈക്ക് ഡിസ്കഷൻ എവിടെ എത്തിയിട്ടില്ല. ഫാമേഴ്സ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് ഗവൺമെൻറ് ഓഫറുകൾ മുഴുവൻ. നാളെ മുതൽ വീണ്ടും വലിയ രീതിയിൽ സ്ട്രൈക്ക് കണ്ടിന്യൂ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിക്ക് മുമ്പ് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടോ, അതിൻ്റെ ഡിസിഷൻ വരും എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയില്ല. എന്നിരുന്നാലും സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ITDC ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് ITDC. നല്ല റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത് Q3. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പാരിറ്റീവ് വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ അസറ്റ് വൈസ് മോണിറ്റൈസേഷനും ഇതൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെയധികം മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അപ്പം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി വലിയ രീതിയിൽ മുന്നേറാണ്. അപ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 780-790 റേഞ്ചിലൊക്കെയാണ്. 85.77 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന 87.03% ആണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ ITDC മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഗോൾഡ്മാൻ സാക്സ് 2024 ഡിസംബറിലേക്ക് നിഫ്റ്റിയുടെ ടാർഗറ്റ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന 23,500 ആണ്. അറൗണ്ട് 8-10% ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് ഹയർ ലെവലിലാണ് ഗോൾഡ്മാൻ സാക്സ് കാണുന്നത്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ് ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ സിറ്റി ബാങ്ക് അടക്കമുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യൻ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മിക്സഡ് റിപ്പോർട്ടുകളാണ് ഇന്ത്യൻ മാർക്കറ്റുകളെ കുറിച്ച് വരുന്നത്. ഇന്നൊരു പുതിയ ലിസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ IPOയിൽ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് വിബോർ സ്റ്റീൽ ട്യൂബ്സ് ആണ്. അറൗണ്ട് 100% പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ്. 151 രൂപയായിരുന്നു IPO പ്രൈസ്. അറൗണ്ട് 280-300 റേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. IREDA പുതുതായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള റിന്യൂവബിൾ എനർജി ഫിനാൻസ് ആമാണ് ഗവൺമെൻറ്റിൻ്റെ PNB ആയിട്ടൊരു ടൈപ്പ് വന്നിരിക്കുകയാണ്. റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യാനായിട്ട് ഓൾറെഡി ഇതിനു മുമ്പ് മറ്റു പല ബാങ്കുകളായിട്ട് കമ്പനിക്ക് അലയൻസ് ഉണ്ടായിരുന്നു. ഈ ന്യൂസും സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ് ലോങ് റണ്ണിൽ. സോണി മെർജർ ഒരു പക്ഷേ വീണ്ടും നടന്നേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു ബാക്ക്ഡോർ ഡിസ്കഷൻ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നേക്കാമെന്ന് പറയപ്പെടുന്നു. ഒരു പക്ഷേ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഈ ന്യൂസിൻ്റെ പിൻബലത്തിൽ. NBCCക്ക് 369 കോടി രൂപ വരെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 2-3
പ്രൊജക്റ്റുകളുള്ള ഓർഡറാണ്, സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം ബാംഗ്ലൂർ മെട്രോ റെയിൽവേ കോർപ്പറേഷന് ഡ്രൈവർലെസ് ട്രെയിനുകൾ കൊടുക്കാൻ പോവുകയാണ്. ഒപ്പം 204 കോച്ചുകളും കൂടി സപ്ലൈ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. നമ്മുടെ ഒരു റെക്കമെൻഡഡ് സ്റ്റോക്കാണ് ലോങ് റണ്ണിലേക്ക്. കഴിഞ്ഞ വർഷം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് 6-7 ടൈംസ് റിട്ടേൺ കിട്ടിയിട്ടുള്ളൊരു സ്റ്റോക്കും കൂടിയാണ് ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം. കറണ്ട് ലെവലിൽ നിന്ന് ലോങ് റണ്ണിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. L&T ഇലക്ട്രോലൈസർ സെയിൽ സെപ്റ്റംബറിൽ ആരംഭിക്കുന്നതാണ് പറയുന്നത്. ഇലക്ട്രോലൈസർ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. 70% ഡൊമസ്റ്റിക് സെയിൽ, 30% എക്സ്പോർട്ട് സെയിലൊക്കെയാണ് L&T എക്സ്പെക്ട് ചെയ്യുന്നത്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ്. ഇതിനു മുമ്പ് ഇലക്ട്രോലൈസർ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൽ കൂടെ നേടിയിട്ടുള്ള മറ്റ് കമ്പനികൾ, ഇലക്ട്രോലൈസർ മാനുഫാക്ചറിങ്ങിന് അനുമതി നേടിയിട്ടുള്ള മറ്റ് കമ്പനികൾ റിലയൻസും ജോൺ കോക്കറിലാണ്. ഈ രണ്ട് കമ്പനികളും ഇലക്ട്രോലൈസർ രംഗത്തുണ്ട്. ജോൺ കോക്കറിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ് ജോൺ കോക്കറിൽ. ബെൽജിയം കമ്പനിയാണ്. ഒപ്പം ജോൺ കോക്കറിന് വേറെ ന്യൂസ് ഫ്ലോസും വന്നിട്ടുണ്ട്. ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലേക്കും കൂടി കടക്കാൻ പോവുകയാണ് ജോൺ കോക്കറിൽ. ഇപ്പോൾ 3500 റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. 4.94 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റലുള്ളത്. 75% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ. നമ്മുടെ 2024 പിക്കുകളിലൊന്നാണ് ഓൾറെഡി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫർദർ മുന്നോട്ട് നീങ്ങാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ജോൺ കോക്കറിൽ ലോങ് റണ്ണിൽ നല്ല റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ നൈബ് ലിമിറ്റഡ് നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. 550 റേഞ്ചിൽ പൂനെയിൽ ഡിഫൻസ് കമ്പോണൻറ്റ് മാനുഫാക്ചറിങ്ങിനുള്ള പ്ലാന്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസാണ്. നൈബ് കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസ് ആണ് കാണുന്നത്. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1225, 1230 റേഞ്ചിലൊക്കെയാണ്. 11.86 കോടിയാണ് ഇക്വിറ്റി ക്യാപിറ്റൽ. 49.96% പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ അതുപോലെ തന്നെ പി റേഷ്യോ ഒക്കെ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഹയർ സൈഡാണ്. പക്ഷേ നൈബിൻ്റെ ഒരു എൻട്രി ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സുകളാണ് നൈബ് ഉണ്ടാക്കുന്നത്. അത് വളരെ പോസിറ്റീവാണ്. കാരണം പിനാക്ക റോക്കറ്റ് ലോഞ്ചേഴ്സ്, അതുപോലെ സർഫസ് ടു എയർ മിസൈൽ എന്നിവയ്ക്കുള്ള പാർട്സുകളാണ് ഉണ്ടാക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് നൈബിനെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്. ഒപ്പം നമ്മൾ മാർക്കറ്റിൽ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യണം. നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഹൈ പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ്, റെക്കോർഡ് പ്രൈസ് ഏർണിംഗ് റേഷ്യോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി. അപ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം. നല്ല പ്രോഫിറ്റബിലിറ്റിയുള്ള സ്റ്റോക്കുകളിൽ മാർക്കറ്റ് പീക്കിൽ അല്ലെങ്കിൽ മാർക്കറ്റ് ഹയർ ലെവലിൽ വരുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിൽ മാർക്കറ്റ് ഫാൾ ചെയ്യുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാം. ഗ്ലോബൽ വളാറ്റിലിറ്റി ഉണ്ടാവാം. അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും ഒരുപക്ഷെ മാർക്കറ്റിലൊക്കെ വളാറ്റിലിറ്റി ഉണ്ടാക്കാം. വളരെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.